ഇന്ത്യ മുന്നണിയെ പ്രതിരോധത്തിലാക്കി മമതാ ബാനർജി. CPM ഭീകര സംഘടനയെന്ന മമത. ഭീകര സംഘടനയുമായി സഖ്യം പറ്റില്ലെന്നും മമത. അതേസമയം ഇന്ത്യ സഖ്യത്തിൽ പഞ്ചാബിലും ഭിന്നത. ആം ആദ്മി പാർട്ടിയുമായി സഖ്യം വേണ്ടെന്ന് പഞ്ചാബിലെ കോൺഗ്രസ് നേതാക്കൾ. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സഖ്യത്തിൽ ഭൂരിഭാഗം നേതാക്കൾക്കും അതൃപ്തി. ഗൗതം അനന്തനാരായണനുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി. ഇന്ത്യ മുന്നണിയിൽ വലിയ ഭിന്നത, അഭിപ്രായ വ്യത്യാസം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഗൗതം, പ്രത്യേകിച്ച് ഈ അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വലിയ അസ്വാരസ്യങ്ങൾ മുന്നണികൾ തമ്മിലുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായപ്പോഴും ഭിന്നതകൾ ഉടലെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ബംഗാൾ മുഖ്യമന്ത്രി കൂടിയായ മമതാ ബാനർജി CPMനെ അതിരൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വരുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. CPM ഭീകര സംഘടനയാണ് എന്ന നിലപാടാണ് മമതാ ബാനർജി സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം പഞ്ചാബിലും വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ആം ആദ്മിയുമായി ഒരു കാരണവശാലും സീറ്റ് പങ്കിടാനാകില്ല എന്നുള്ളതാണ് AAP കോൺഗ്രസിൻ്റെ പഞ്ചാബിലെ നിലപാട്. ഇതും ഇന്ത്യ മുന്നണിയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സീറ്റ് വിഭജനത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഉടക്കുകൾ ഉണ്ടാകുന്നത് ഇന്ത്യ മുന്നണി ഒരു തകർച്ചയിലേക്ക് നീങ്ങുന്ന സൂചന തന്നെയല്ലേ നൽകുന്നത്? വിഷ്ണു, സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ അഭിപ്രായ ഭിന്നത ഇന്ത്യ മുന്നണിക്കകത്ത് രൂപപ്പെടുകയാണ്. പ്രധാനമായും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി CPMനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി താൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്നും CPMുമായി പോലും ഈ മുന്നണിക്ക് വേണ്ടി സഖ്യമുണ്ടാക്കാൻ താൻ ഒരുക്കമാണെന്നും പ്രതികരിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം നോർത്ത് 24 പർഗാനയിൽ ഒരു യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ CPIM ഭീകര സംഘടനയാണ് എന്നാണ് മമതാ ബാനർജി വ്യക്തമാക്കിയത്. ഭീകരന്മാരുമായി തൻ്റെ പാർട്ടിക്ക് സഖ്യമുണ്ടാക്കാൻ താല്പര്യമില്ല എന്ന് മമതാ ബാനർജി പ്രതികരിച്ചു. ഇത് കൂടാതെ മമത മറ്റൊരു കാര്യം കൂടി പറഞ്ഞത് BJPയെ സഹായിക്കുന്ന സമീപനം CPIM പശ്ചിമ ബംഗാളിൽ കൈക്കൊള്ളുന്നു എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് ബംഗാളിൽ മമതയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് CPM കക്ഷികളും തമ്മിൽ പ്രശ്നം നിലനിൽക്കുന്നതിനൊപ്പമാണ് പഞ്ചാബിൽ ഇപ്പോൾ മറ്റൊരു വിഷയം കൂടി ഈ ഇന്ത്യ മുന്നണിക്കകത്ത് രൂപപ്പെടുന്നത്. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യത്തെ വിമർശിച്ച് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുകയാണ്. പഞ്ചാബിൽ ആം ആദ്മിയുമായി സഖ്യം ആവശ്യമില്ലെന്നും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഈ വിഷയത്തിലൊരു പുനർവിചിന്തനം നടത്തണം എന്ന ആവശ്യമാണ് ഇപ്പോൾ പഞ്ചാബ് PCC നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ തന്നെ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യം വേണ്ട എന്നത് സംബന്ധിച്ചുള്ള ചില ആവശ്യങ്ങൾ അല്ലെങ്കിൽ അത്തരം പ്രസ്താവനകൾ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ജനുവരി 15-നകം INDA മുന്നണിയുടെ ദേശീയ തലത്തിലെ ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ചൊരു രൂപരേഖ വേണം എന്നതായിരുന്നു കഴിഞ്ഞ യോഗത്തിൻ്റെ തീരുമാനം. അങ്ങനെ ജനുവരി 15-ലേക്ക് ഇനിയും കുറച്ച് ദിവസം, ഒരാഴ്ച മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഇതിനകം ബംഗാൾ, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ മുന്നണിക്കകത്ത് ഭിന്നത രൂക്ഷമാവുകയാണ്. വിഷ്ണു. യെസ് ഗൗതം, അതുതന്നെയാണ് വലിയ ഭിന്നത ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. പഞ്ചാബിലും ബംഗാളിലും ഇന്ത്യ മുന്നണിയിൽ ഭിന്നത രൂക്ഷമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഗൗതം അനന്തനാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്.